നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഷെയർ മാർക്കറ്റൊന്നും കാണുന്നില്ലേ? അതിനുള്ള അവസ്ഥയിലല്ല നീ എന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, ഷെയർ മാർക്കറ്റിൽ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് വൻ ഇടിവ വന്നിരിക്കുന്നത്. വർമ്മ സാർ വിളിച്ചിരുന്നു. ഞങ്ങളുടെ നഷ്ടം നികത്തി നിങ്ങളെ നിലനിർത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് നിങ്ങൾ 25% ഷെയർ കൂടി ഞങ്ങൾക്ക് തരണം. കാര്യങ്ങൾ ഞാനിപ്പോ ചുരുക്കി പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ പകുതി ഷെയർ വാങ്ങി കമ്പനിയിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാകണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം, അതും ഞങ്ങൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക്. നിങ്ങളെന്താ പക തീർക്കണോ? എന്തു പക? നീയൊരു ബിസിനസ്സുകാരനല്ലേ? മോക്ഷം കിട്ടാനാണോ നീ ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങൾക്ക് ചെറിയൊരു സമയം തരണമെന്ന്. നിങ്ങൾ വാങ്ങിയ ഷെയർ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. കൊള്ളാം. അപ്പച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. മംഗലശ്ശേരി ഗ്രൂപ്പ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഷെയർ മാർക്കറ്റിലെ ഇടിവും കുതിപ്പൊക്കെ പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇതിന്റെ പേരിൽ എന്നെ തകർത്ത് കളയുന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ 25% ഷെയർ തിരിച്ചെടുക്കാനുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. എന്നാ നീ അങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്ന് തലയൂരി പോയാ മതി. എന്ത് വാങ്ങുന്ന കാര്യം ചേച്ചി പറയുന്നേ? നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. അവളെ ഒരു മണ്ടിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? ആ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. സഞ്ജുവേട്ടന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. എന്തോ വാങ്ങിയതിന്റെ പൈസ തരാനുണ്ടെന്ന് മാത്രമേ എനിക്കറിയാവൂ. ലച്ചു, നീ മിണ്ടാതെ കയറിപ്പോ. അറിയാത്ത കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. സഞ്ജുവേട്ടന് എന്തെങ്കിലും ദോഷം വന്നാ ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതുകൊണ്ടുള്ള ദോഷാണെന്ന് എല്ലാവരും പറയില്ലേ? നിന്നോട് കേറി പോവാനാ പറഞ്ഞത്. ദക്ഷമേ, സഞ്ജുവേട്ടന് ഒരു ദോഷവും വരുത്തല്ലേ. ലച്ചു നിക്ക്. ലച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം പോകുന്നു. കാരണം എന്റെ അമ്മയുടെ മനസ്സിൽ ലച്ചുവിന്റെ സ്ഥാനം എന്നേക്കാളും വലുതാ. സങ്കടപ്പെടണ്ട കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എനിക്ക് വേണ്ടി, ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിക്കും. അമ്മ ലച്ചുവിനെ കാണാൻ വാശി പിടിക്കുക. അതിനെന്താ, ദക്ഷമ്മ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ഞങ്ങളുമായിട്ടുള്ള ഈ വഴക്കും തീരുമല്ലോ. ലച്ചുവിനും വരാം ദക്ഷയുടെ വീട്ടിലേക്ക്. ലച്ചുവിന് വേണ്ടി വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.